ലയോ 14 പാപ്പ വലിയ മുക്കുവനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് കൂടിയ കോൺക്ലേവിന്റെ രണ്ടാം ദിവസമായ 2025 മെയ് 8 കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് കത്തോലിക്ക സഭയിലെ 267ാമത്തെ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ വിധത്തിലുള്ള മാനുഷിക സാധ്യതകളെയും അതിലംഘിക്കുന്ന വിധത്തിലുള്ള ദൈവിക ഇടപെടലിന്റെ നേർസാക്ഷ്യമെന്ന് മാത്രമേ ആ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാനാവൂ. കാരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അമേരിക്കക്കാരനായ ഒരു വ്യക്തി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുക എന്നത് മനുഷ്യന്റെ ആലോചനകൾക്ക് വഴങ്ങുന്നതായിരുന്നില്ല. പക്ഷെ സംഭവിച്ചത് അതായിരുന്നു. ഞാനൊരു അമേരിക്കക്കാരനാണ്, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് സുഹൃത്തായ കർദിനാളിനോട് പറഞ്ഞിരുന്നത് പോലും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതുകൊണ്ടാണ് അന്ന് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നുള്ള വെള്ളപ്പുക ഉയർന്നപ്പോൾ കർദിനാൾ പ്രോട്ടോഡീക്കനായ കർദിനാൾ ഡൊമിനിക് മെമ്പർട്ടി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ലോഗിയിൽ നിന്ന് ആദ്യമായി ഹബെമൂസ് പാപ്പം പ്രഖ്യാപനം നടത്തിയ നിമിഷം പരമ്പരാഗതമായ പേപ്പൽ സ്റ്റോളും മൊസറ്റയും ധരിച്ച് കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് ലയോ 14 പാപ്പയായി പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പാപ്പയായി, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പയായി ലയോ 14 പാപ്പ മാറുകയായിരുന്നു.